ഞാനേ ചിറയൻകീഴ് സി ആണ്. എവിടെയുണ്ട്? ഞാനിവിടെ ഷാർക്ക് തൂക്കത്തിനിരിക്കുക. തൂക്കത്തിന് നേരത്തെയിലാണോ? എന്താണ് സാർ? തൂക്കം നേരത്തില്ല. അല്ല, ഒരു പെറ്റീഷൻ മാറ്ററല്ലേ വിളിക്കുന്നത്. ശരി, ഓക്കെ. ക്ഷേത്രത്തിൻ്റെ ആചാരവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് ഇതിവിടെ നടത്തിയതിൽ. ഇവിടുത്തെ സി ഐക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. പണം വാങ്ങിയെന്നുള്ളത് ഫോണിൽ കൂടെയാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. അപ്പൊ ബാക്കി 20 രൂപ അവർക്ക് സി ഐക്ക് കൊടുത്താ? സി ഐക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് 40 രൂപ മേടിച്ച് സി ഐക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ? സി ഐക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് 40,000 രൂപ ഞങ്ങളെന്ന് വാങ്ങിയിട്ടുണ്ട്. അതെന്റെ ഫോണിൽ റെക്കോർഡും ഉണ്ട്. ഒരു പക്ഷെ അങ്ങയുടെ അറിവോടുകൂടി ആയിരിക്കണമെന്നില്ല. ഇവിടെ അങ്ങയുടെ പേര് ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിരിക്കുന്നതായുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ചിറയൻകീഴ് SHO ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ, അങ്ങയുടെ പേര് ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങ് കർശനമായ നടപടിയെടുക്കണം. അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിക്കണം, അല്ലേ? ഇത് സംഭവിച്ചത് 2 പേര്, ഒന്ന് പക്കട് പ്രസാദ്, ഒന്ന് പ്രാന്തായനി. ഇവർ 2 പേരുടെ വന്ന് ഇത് ആദ്യ ദിവസം വന്ന് ഇവരവിടെ തടഞ്ഞു വെച്ചു. ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു തടഞ്ഞു വെച്ചു. പിറ്റേ ദിവസം ഇവർ തമ്മിൽ സെറ്റിൽമെൻറ്റായി. സി ഐക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് 40,000 രൂപ ഇവരുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങി. ഈ നടത്തുകാരുടെ കയ്യിൽ നിന്നും ഈ പ്രസാദും ഈ പ്രാന്തായനിയും കൂടെ വാങ്ങിച്ചത്. വാങ്ങിയെടുത്ത് സി ഐക്ക് കൊടുത്തു എന്ന് പറയുന്നു. സി ഐ വാങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ ഞാനിതിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സി ഐക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് 40,000 രൂപ ഞങ്ങളെന്ന് വാങ്ങിയിട്ടുണ്ട്. അതെൻ്റെ ഫോണിൽ റെക്കോർഡും ഉണ്ട്. വീഡിയോ അല്ല, കോൾ റെക്കോർഡ്. ഫോണിൽ സംസാരിച്ച റെക്കോർഡാണ് ഉള്ളത്, അല്ല വീഡിയോ ആയിട്ടല്ല. അതന്നെ 20 രൂപ പുള്ളിയുടെ 20 ഉള്ളെന്നാ. 20 എന്ത് ചെയ്തപ്പോഴ്? 20 രൂപ ഒരു പയ്യന്റെ കൊടുത്തിട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് 20 രൂപ വന്നിട്ട് പറഞ്ഞിട്ട് നാളെ 20 രൂപ തരാന്ന്. അപ്പൊ ബാക്കി 20 രൂപ അവർക്ക് സി ഐക്ക് കൊടുത്താ? സി ഐക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് 40 രൂപ മേടിച്ച്. സി ഐക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ? ആ. അപ്പൊ ഇന്നോട്ട് പോലീസിന്റെ ശല്യമൊന്നും ഉണ്ടായില്ല അപ്പോഴും? നാളെ 20 രൂപ കൂടെ തരാന്ന് പറഞ്ഞു. അല്ല, അവര് ഇന്ന് വാങ്ങിയ പൈസ അവർക്ക് ഇന്ന് തന്നെ തന്നൂടെ? തരാൻ പറഞ്ഞ അവൻ തരണ്ടേ? സഖാവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ വ്യാസസഖാവ് ഇവിടെ ഉണ്ട്. വ്യാസസഖാവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് അങ്ങനെ പുള്ളി വിളിച്ച് പ്രസാദിനെ വിളിച്ച്. പ്രസാദ് വെറും ഫ്രോഡാ കേട്ടോ. അല്ല, ഞാൻ പ്രസാദിനെ ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞതാണത്. അവ പറഞ്ഞില്ല, ഞങ്ങൾ പൈസ ഒന്നും വന്ന് വാങ്ങൂലെന്ന് പറഞ്ഞു. അവൻ ഈ തെണ്ടി നക്കി തിന്നുന്ന ഒരു സ്വഭാവക്കാരനാ പ്രസാദ്. ഇത്രയും നാടത്തരം കാണിക്കുന്നത്. ഇപ്പൊ 2-3 ദിവസം നിങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നാ? 3-4 ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട്. ഇന്നാ പൈസ മേടിച്ച്. ഇന്നാ പൈസ മേടിച്ചത്? ഇന്നാ പൈസ മേടിച്ചു. 40 രൂപ മേടിച്ചിട്ട് പോയി. 40 രൂപ സി ഐക്ക് കൊടുക്കാനാ പറഞ്ഞത്? സി ഐക്ക് എത്ര രൂപ കൊടുക്കുന്നത് എനിക്കറിയില്ല. 40 രൂപ എന്റെ മേടിച്ചിട്ട് പോയി. സിക്ക് കൊടുക്കാനാന്നാ പറഞ്ഞു. അല്ല, ഇവന്മാര് ഇത് സിയുടെ പേരും പറഞ്ഞ് ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇവന്മാർ ഇവിടെ നിന്നൊക്കെ പിരിക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് എതിർക്കുന്നത്. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യം എന്താണ്? നാളെ 20 രൂപ കൂടെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പയ്യന്റെ പൈസ കൊടുത്തിട്ട്. അപ്പൊ നാളെ 20 രൂപ മേടിക്കുന്നത് എന്റെ മുന്നിൽ വെച്ച് വേണം മേടിക്കാൻ. പിന്നെ കൊണ്ട് തന്നിട്ട് പോയെന്നൊന്നും പറയരുത്. ഇല്ല. ശരി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒന്നിനും വരുന്നില്ല. നാളെ ഇത് തുറക്കുന്നതിന് മുന്നേ എന്റെ മുന്നിൽ വെച്ച് 20 രൂപ വാലൻസ് മേടിക്കണം. മേടിച്ചിട്ട് നിങ്ങൾ ചെയ്തോ. ശരി. ഹലോ, ഞാനേ ചിറയൻകീഴ് സി ആണ്. എവിടെയുണ്ട്? ഞാനിവിടെ ഷാർക്ക് തൂക്കത്തിനിരിക്കുക. തൂക്കത്തിന് നേരത്തെയിലാണോ? എന്താണ് സാർ? തൂക്കം നേരത്തില്ല. അല്ല, ഒരു പെറ്റീഷൻ മാറ്ററല്ലേ വിളിക്കുന്നത്. ശരി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് തൂക്കം കഴിഞ്ഞാണോ? ശരി. ശരി സാർ, ശരി. ഹലോ, ഷൈജു അല്ലേ? അതെ, ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ എവിടെ ഉണ്ട്? എന്താണ് സാർ, കാര്യം എന്താണ്? ഒരു പരാതിയുണ്ട്. നിങ്ങൾ എവിടെ ഉണ്ട്? സി ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സി കാണാൻ പറഞ്ഞു. എന്നാണ്? പെട്ടെന്ന് ഇപ്പൊ വരാൻ പറ്റില്ല സാർ. ഞാൻ ഷാർക്ക് തൂക്കത്തിനിരിക്കുകയാണ്. തൂക്കം അവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? തൂക്കത്തിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങോട്ട് വരാം. ശരി. ഞാനിതിനെ പ്രതികരിച്ചത് കൊണ്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ചെല്ലണം, ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. എന്താണ് കേസെന്ന് അറിയില്ല. ഞാൻ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ പേരിൽ കേസ് വന്നത്. അതിന് മുന്നേ എൻ്റെ പേരിൽ കേസില്ലായിരുന്നു. അറിയില്ല, എൻ്റെ പേരിൽ കേസില്ല. എനിക്ക് കൂലിപ്പണിയാണ്. ഈ 2 പേരും കൂടെ ഇവിടെ വന്ന് നിന്ന് ഇവരുടെ തർക്കിച്ച് പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടു. 2-3 ദിവസം ഇവരിവിടെ ഇറങ്ങി കയറുന്നത് ഞാൻ കണ്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ദൃസാക്ഷിയാണ് അതിൻ്റെ.
അപ്പോൾ ഞാൻ ഇത് ഈ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ദിവസം ഉച്ചയ്ക്കാണ് വന്നത്. മെനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ എടുത്ത് സംസാരിച്ചു. പറഞ്ഞു ഞാൻ CA വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നടക്കില്ല, ഇത് നിർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് CA കേട്ടില്ല. CA ഇവർക്ക് സമ്മതം കൊടുക്കുക ചെയ്തത്. ആദ്യം വന്ന് നിർത്തിച്ചു. പൈസ കിട്ടുന്നതുവരെ പോലീസിനെ വിട്ട് ഇവരെ ശല്യം ചെയ്തു. പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് പോലീസും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല ഇവിടെ. അവർ ഇന്നലെ മാത്രമേ നടത്തി, മെനിഞ്ഞാന്ന് വരെ നടത്തിക്കൊണ്ടിരുന്നു. ഇന്നലെ തൊട്ടില്ല. ഇന്നലെ ഇവിടെ നിന്ന് CA വന്ന് ഇവരുടെ 2 പിള്ളേരെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അവരുടെ പേരിൽ കേസെടുത്തു. അതിൽ പിന്നെ ഇതിൽ പൈസ മേടിച്ചു എന്ന് പറയുന്ന പ്രസാദ് അനി, അതിൽ പ്രസാദിൻ്റെ പേരിൽ കേസെടുത്തു. അനിയെ വിട്ടു. ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവണം, ഇല്ലാതെ ചെയ്യേണ്ട കാര്യമല്ലോ. പ്രസാദിൻ്റെ പേരിൽ കേസെടുത്തു, അനിയുടെ പേരിൽ കേസെടുത്തില്ല. ഇപ്പോൾ ഒരു തെറ്റ് 2 പേര് ചെയ്താൽ 2 പേരുടെ പേരിലും കേസെടുക്കണം. ഇത് അതെ, ഞാൻ ഏകസാക്ഷി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാവരും സാക്ഷി തന്നെയാണ്, എല്ലാവരും കണ്ടത് തന്നെയാണ്. ഞാനാ തുറന്ന് പറയാൻ തയ്യാറായത്. ഇത് എന്നെ കള്ളക്കേസ് കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ. ഇത് ക്ഷേത്ര ആചാരത്തിന് വിരുദ്ധമായി ചൂതുകളിയാണ്, ശരിക്കും പറഞ്ഞാൽ ചൂതുകളിയാണ്. പിന്നെ ബോളെറിഞ്ഞ് ക്ലാസ് പൊട്ടിച്ചാൽ എത്ര രൂപ കൊടുക്കും, അതുപോലെ തന്നെ റിങ് എറിഞ്ഞ് എത്ര ഇത് കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കും, അല്ലെങ്കിൽ കൊടുത്ത് എന്തരാ കുറേ സാധനങ്ങൾ 30-35 രൂപ വെച്ചൊക്കെ വാങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിവിടെ നടത്തിപ്പുകാർക്ക് പങ്കുണ്ട്, ഇവിടുത്തെ നടത്തിപ്പുകാരനും ഇതിന് പങ്കുണ്ട്. അദ്ദേഹം ഇതിലെങ്ങും തൊടാത്ത കണക്കാണ് നടക്കുന്നത്. അദ്ദേഹം അറിയാതെ ഈ കാര്യങ്ങളിവിടെ ചെയ്യത്തില്ല. ഒന്ന്, പിന്നെ ഇത് ക്ഷേത്രത്തിന് ആചാരപരമായിട്ടും ഈ ഗ്രൗണ്ടിൽ ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ സ്ഥലം നിയമ നടപടികൾ നടത്തിക്കുന്ന ആൾ, അതായത് സ്ഥലം CA ആണ്. അദ്ദേഹത്തിന് ഇതിന് കണ്ണിയാഴ്ച കൊടുത്തുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് അറിഞ്ഞ് അത് ഫോണിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്പറമ്പിൽ കംപ്ലീറ്റ് ആൾക്കാരുടെ ബാനറുകൾ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നവരുടെ ബാനർ അടിപ്പിച്ചു. ബാക്കി ബാനറുകൾ മൊത്തം ഇവിടെ ഇരിക്കുക. അതിന് അവർ 10,000, 20,000, 5,000 വെച്ച് കൊടുക്കുന്നതിൻ്റെ പേരിൽ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാർ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ AO അതിനും സപ്പോർട്ട് ചെയ്തു. അത് എടുപ്പിച്ചു, അവരുടെ ബോർഡ് എടുപ്പിച്ചു. ഇതൊക്കെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചാരവിരുദ്ധമായുള്ള കാര്യങ്ങളാണ്. ഇതിവിടെ നടത്തിയതിൽ ഇവിടുത്തെ CAക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. പണം വാങ്ങിയെന്നുള്ളത് ഫോണിൽ കൂടെയാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. എന്തായാലും ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രപ്പറമ്പിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഉരുൾ മഹോത്സവം അല്ലേ, അശ്വതി ഉരുൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു കാർണിവൽ, നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു കാർണിവലിന് ചുവട് പിടിച്ചാണ് ഇവിടെ ചില ഗെയിമുകൾ നടന്നത്. എന്നാൽ ഈ ഗെയിമുകൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ചില ഭക്തരും പ്രദേശവാസികളുമൊക്കെ AEOക്ക് പരാതി നൽകി. ഈ പരാതിയെ തുടർന്ന് AEO പോലീസിൻ്റെ സഹായം തേടി എന്നാണ് ഇവർ പറയുന്നത്. ചിറയൻകീഴ് SHOക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകി. എന്നാൽ SHOയുടെ പേരിൽ 2 പേരെത്തി ഈ ഗെയിം നടത്തിപ്പുകാരിൽ നിന്ന് പണം വാങ്ങിയതായാണ് ഇവിടെ ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം നടക്കുന്നത്. ചിറയൻകീഴ് SHO അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ് പറയുന്നത്, അങ്ങയുടെ പേരിലാണ് ഇവിടെ പണം വാങ്ങിയിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. വിശ്വസിക്കുന്നുണ്ടോ? ഈ ചിറയൻകീഴ് SHO പണം വാങ്ങിയതായി വിശ്വസിക്കുന്നുണ്ടോ? SHO പണം വാങ്ങിയായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ SHO ഈ 2 പേരെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. കാരണം ഇവരിവിടെ പറയുന്നുണ്ട്, ഇവർ വ്യക്തമായിട്ട്. ഒരു പക്ഷെ അങ്ങയുടെ അറിവോടുകൂടി ആയിരിക്കണമെന്നില്ല, ഇവിടെ അങ്ങയുടെ പേര് ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിരിക്കുന്നതായുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ചിറയൻകീഴ് SHO ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഒരു അന്വേഷണം നടത്തി ഇതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ, അങ്ങയുടെ പേര് ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങ് കർശനമായ നടപടിയെടുക്കണം. അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിക്കണം അല്ലേ? അതെ അതെ അതെ. ഇതിൽ കുറ്റക്കാരായ 2 പേരുണ്ടെങ്കിൽ 2 പേരുടെ പേരിലും കേസെടുക്കണം. അല്ലാതെ ഒരാളുടെ പേരിൽ കേസെടുത്ത് ഉണ്ടയായ ഒരാളിനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഓരോ പൗരനും ചില തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടാൽ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ ഈ ഒരു ക്രമക്കേട് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷൈജു. ഷൈജു എന്ന വ്യക്തി ഈ ഒരു ക്രമക്കേട് ചൂണ്ടിക്കാട്ടി. എന്നാൽ അദ്ദേഹത്തിന് കള്ളക്കേസിൽ കൊടുക്കുമെന്നുള്ള ഒരു ഭീതിയാണ് അദ്ദേഹത്തിലുള്ള. എന്തായാലും ചിറയൻകീഴ് SHO നമുക്കൊക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹം ഈ പണം വാങ്ങിയതായി ഞങ്ങളും വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്ന ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഓക്കെ, ഒപ്പം തന്നെ ഈ ഒരു വിവരം പോലീസിന് കൈമാറിയ അല്ലെങ്കിൽ AEOക്ക് കൈമാറിയ താങ്കൾ ഇപ്പോൾ ഭീതിയിലാണ്. താങ്കൾക്ക് നീതി ലഭിക്കണം. എൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുമെന്ന് തൂക്കം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം എന്നാണ് എന്നോട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. CA പറഞ്ഞത്. ചിറയൻകീഴ് SHO ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട്
താങ്കളുടെ പേര് എങ്ങനെ ഇവിടെ വലിച്ചിഴക്കപ്പെട്ടു? ഇവിടെ നിന്നും വാങ്ങിയ 40,000 രൂപ താങ്കൾക്ക് വേണ്ടിയായിരുന്നോ എന്നുള്ള ആ ഒരു കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തി ജനങ്ങൾക്ക് മുന്നിൽ അങ്ങ് തുറന്നു പറയാൻ തയ്യാറാകണം. ഞങ്ങളുടെ അറിവിൽ ചിറയൻകീഴ് SHO താങ്കൾ അങ്ങൊരു നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞങ്ങൾക്കറിയാവുന്നത്. അങ്ങയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിനും അങ്ങ് കൂട്ടു നിൽക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു തെറ്റുകുറ്റം ചൂണ്ടിക്കാട്ടിയവരൊക്കെ കള്ളക്കേസിൽ കൊടുക്കുമെന്നൊക്കെ പറയുന്ന ആ ഒരു നിലപാടൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ അങ്ങ് തന്നെ അന്വേഷിച്ച് ഇതേ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് അറിയിക്കണമെന്നാണ് പറയാനുള്ളത്. கேம்பு ஃபேமிலி கேம்பு விளையாட்டு உடைய இது இந்த கோயில் விளையாட்டு தான் ரிங் எறிகிறது, அப்புறம் இந்த பந்து கழிக்கிறது, அந்த மாதிரி களி ஸ்டார்ட் பண்ணல, ஆஃப் பண்ண சொல்லிட்டாங்க. இங்கே கோயிலுக்காரங்க ஆஃபீஸில் இருந்து, இந்த கோயில் உள்ள ஆஃபீஸில் இருந்து ஆஃப் பண்ண சொல்லிட்டாங்க, நடத்தக்கூடாது இங்கே அப்படின்ட்டாங்க. பேப்பருக்கு எங்கேயும் போனாலும் எடுக்கிறது இல்லை சேட்டை. நாங்கள் இந்த ஐட்டத்தோடு வருவோம். ஐட்டம் இவங்க கேட்கும்போது எல்லா கடையெல்லாம் இது ஃபேமிலி கடை அப்படின்ட்டு அவங்க அனுமதி வாங்கிடுவாங்க. நாங்கள் போகலை சேட்டை. இங்கே வந்து கமிட்டிக்காரங்க ஊருக்காரங்க வேண்டான்னு சொன்னால் போலீஸ்காரங்களும் நடத்த விடாது. அதுவும் கேட்கலையே. அது கேட்டிருந்தாலும் ஏதோ அவங்க ஓனர் இருக்காங்க, எதுவும் பேசி சரி இதுதானா அப்படின்ட்டு சரி பண்ணி கொடுத்துருப்பாங்க. ചിറയൻകീഴ് SHOയുടെ പേരിലുള്ള ഈ ഒരു ഗുരുതര ആരോപണത്തിൽ ഞങ്ങൾ അന്വേഷിച്ച് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടുത്തെ SHOയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ സ്റ്റേഷനിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് പണം പിരിച്ചതായി തന്നെ അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ തനിക്ക് യാതൊരു പങ്കില്ലെന്നും ഈ വിഷയത്തിൽ തൻ്റെ പേര് ദുരുപയോഗം ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നും ആണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത്. ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.